لنا بفضلك العظيم علمنا واغفرا لنا وارحما وللوالدين والذين يرحموننا سيما أساتذتنا ومن يبذلون جهدهم لنشر ديننا آمين يا رب العالمين يا خير راحم وخير من نصرنا. ഓക്കെ, ലിസാനുൽ ഖുർആനിലൂടെ നമ്മൾ പഠിക്കുന്നത് അറബി ഭാഷയെ കുറിച്ചാണ്. അല്ലാതെ എന്തെങ്കിലും ഫിഖ്ഹ്പരമായ അല്ലെങ്കിൽ അഖീദപരമായ കാര്യങ്ങളല്ല, അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും വെറും സംഭവങ്ങള് കഥകൾ കേൾക്കലല്ല, ചരിത്രം അറിയലല്ല. കഥകളൊക്കെ അതിൽ നമുക്ക് വായിക്കാനുണ്ടെങ്കിലും അതിലൂടെയൊക്കെ പഠിക്കാനുള്ളത് അറബി ഭാഷയെ കുറിച്ചാണ്. അറബി ഭാഷയുടെ ഗ്രാമർ, നെഹ്വ്, സർഫ് എന്നീ കാര്യങ്ങളാണ് നമ്മൾ അതിലൂടെ പഠിക്കുന്നത്, അല്ലെ? ഫിഖ്ഹിലൂടെ നമ്മൾ പഠിക്കുന്നത് ഇസ്ലാമിക കർമ്മശാസ്ത്രമാണ്. കർമ്മശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിനായ മനുഷ്യന്റെ, മുസ്ലിമായ വ്യക്തിയുടെ കർമ്മങ്ങളെല്ലാം എങ്ങനെയായിരിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നതിന് കൂലിയുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലാണ് ശിക്ഷയുള്ളത്, എന്നാൽ ചെയ്താലോ ചെയ്യാതിരുന്നാലോ പ്രത്യേകിച്ച് കൂലിയോ ശിക്ഷയോ ഒന്നും ലഭിക്കാത്ത കാര്യങ്ങൾ എന്തെല്ലാം, അങ്ങനത്തെ വിഷയങ്ങളൊക്കെയാണ് ഫിഖ്ഹിൽ വരിക. പിന്നെ അഖീദയിൽ പഠിക്കുന്നത് വിശ്വാസപരമായ കാര്യങ്ങളാണ്, അല്ലെ? വിശ്വാസം, എന്തെല്ലാം കാര്യങ്ങൾ വിശ്വസിക്കണം, വിശ്വാസം എങ്ങനെയായിരിക്കണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അഖ്ലാഖിൽ സ്വഭാവ സംസ്കരണങ്ങൾ, നല്ല മനുഷ്യനായി തീരാൻ എന്തെല്ലാം സ്വഭാവങ്ങൾ വേണം, ചീത്ത സ്വഭാവങ്ങൾ ഒഴിവാക്കണം, അല്ലെ? കണ്ണുകൊണ്ടുള്ള തിന്മകൾ, കാതുകൊണ്ടുള്ള തിന്മകൾ, നാവ് കൊണ്ടുള്ള തിന്മകൾ, മറ്റു ശാരീരിക അവയവങ്ങൾ കൊണ്ടുള്ള തിന്മകളൊക്കെ ഒഴിവാക്കണം. അങ്ങനത്തെ ഓരോ വിഷയങ്ങളാണ് അഖ്ലാഖിൽ പഠിക്കുന്നത്. അതുപോലെ താരീഖിൽ ചരിത്രമാണ് പഠിക്കുന്നത്, ഇസ്ലാമിക ചരിത്രം. എന്നതുപോലെ ലിസാനുൽ ഖുർആനിൽ പഠിക്കുന്നത് അറബി ഭാഷയെ കുറിച്ചാണ്, ഭാഷയുടെ ഘടന. ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് പറയണമെങ്കിൽ, അറബി ഭാഷയിൽ ഒരു സെന്റൻസ് ഉണ്ടാക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനത്തെ വിഷയങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അറബി ഭാഷയിൽ ഏതൊരു പദവും എടുത്തു നോക്കിയാൽ 3 വിഭാഗങ്ങളിൽ ഏതെങ്കിലും ഒന്നായിട്ട് വരും, അല്ലെ? പദങ്ങൾ, അറബി ഭാഷയിലെ പദങ്ങൾക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കെലിമത്ത് എന്ന് പറയാം. കെലിമത്ത് 3 ഇനമാണ്. ഒന്ന് ഇസ്മ്, മറ്റൊന്ന് ഫിഅല്, മറ്റൊന്ന് ഹർഫ്, അല്ലെ? അറബി ഭാഷയിലെ പദം ഒന്നുകിൽ ഇസ്മ ആയിരിക്കും, അല്ലെങ്കിൽ ഫിഅലായിരിക്കും, അല്ലെങ്കിൽ ഹർഫ് ആയിരിക്കും. ഇതിൽ നമുക്ക് ഈ 5ാം ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇതിൽ ഫിഅലിനെ കുറിച്ച് മാത്രമാണ്. ഫിഅലുകൾ തന്നെ മാദിയുണ്ട്, മുദാരിയായ ഫിഅലുണ്ട്, അംറ്, നഹി എന്നീ ഫിഅലുകളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ നമുക്ക് ഈ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് മാദിയായ ഫിഅലിനെ കുറിച്ചും മുദാരിയായ ഫിഅലിനെ കുറിച്ചും, പിന്നെ കുറച്ച് മാസങ്ങളുടെ പേരുകളും ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെയാണ് പഠിക്കുന്നുള്ളൂ. വളരെ കുറച്ച് മാത്രമേ പഠിക്കാനുള്ളൂ എന്നർത്ഥം. ബാക്കിയുള്ളതിനെ കുറിച്ചൊക്കെ 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പഠിക്കാം കഴിയും ഇൻഷാ അല്ലാഹ്. അപ്പോ നമ്മുടെ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആദ്യത്തെ പാഠമാണ് ഈ പാഠം. നമ്മുടെ ലിസാനിൽ 2ാമത്തെ പാഠമാണെങ്കിലും പിന്നെ ലിസാനിന്റെ റൂട്ടിലേക്ക് പ്രവേശിച്ചുകൊണ്ടുള്ള ആദ്യത്തെ പാഠം ഈ പാഠമാണ്, യഖീബ ജുനൈദുൻ. ഈ പാഠത്തിലൂടെ നമ്മൾ പഠിക്കുന്നത് മാദിയായ ഫിഅലിലും മുദാരിയായ ഫിഅലിലുമുള്ള മുഫ്രദായ രൂപത്തെ കുറിച്ചാണ്. ഇതിലൂടെ പറയുന്നുണ്ട്, ആദ്യം ഞാൻ അർത്ഥം പറഞ്ഞു തന്നതാണ്. പിന്നെ ഇനി നമുക്ക് അതിന്റെ തദ്രീബാത്തിലേക്കാണ് പ്രവേശിക്കാനുള്ളത്, ആണല്ലോ.
അർത്ഥം ഇനി പറയണ്ടല്ലോ. എല്ലാവരും നോട്ട്ബുക്കിൽ അർത്ഥം എഴുതി കഴിഞ്ഞോ? ഒന്ന് മൈക്ക് ഓൺ ആക്കി പറയണം, മൈക്ക് ഓഫ് ആക്കി പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഇല്ലാത്തവര് അടുത്ത ദിവസം ക്ലാസ്സിന് വരുന്നതിന് മുന്നേ ആയിട്ട്, ഇന്നൊക്കെ ഫുൾ ടൈം ഫ്രീ ആണ്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ അർത്ഥം നിങ്ങൾക്ക് പിന്നീട് നോക്കി പഠിക്കാൻ കഴിയുന്ന രൂപത്തിൽ, നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിൽ വൃത്തിയായി എഴുതി വെക്കണം. അത് നിങ്ങൾക്ക് തന്നെ പഠിക്കാൻ ഉപയോഗപ്പെടുത്താനുള്ളതാണ്, അല്ലാതെ ഉസ്താദിന് കാണിച്ചു കൊടുത്ത് ശരി വാങ്ങാൻ മാത്രമുള്ളതല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, പരിശീലനങ്ങൾ ഓർക്കാം. തദക്കർ എന്ന് കാണുന്നുണ്ടോ? നിങ്ങളെ കിതാബ് ഒരാളൊന്ന് ക്യാമറയിലേക്ക് കാണിച്ച്. അതല്ല, ആ പാഠവും കഴിഞ്ഞു, പാഠത്തിന്റെ ഭാഗം കഴിഞ്ഞു. അടുത്തതിൽ തദ്രീബാത്തിന്റെ ഭാഗം, തദ്രീബാത്ത് അല്ലെ, അതിന്റെ മുകളിൽ. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. യഖിബ, ഖാല, അഹ്യ, അമാത, ജലസ, ഖാമ, ദഖല, ഖള, ഖറജ, തഅല്ലമ അല്ലേ? ഹാദിഹി, ഒരാൾ വായിച്ച. ഇവയെല്ലാം ഇപ്പോൾ വായിച്ച ഫിഅലുകളെല്ലാം മാദിയായ ഫിഅലുകളാണ്. ഇപ്പോൾ ആരാ വായിച്ചത് ഉഷാറായിട്ടുണ്ടല്ലോ. നാദിർ വായിക്കൂ, ബാക്കി വായിക്കേ, തെറ്റിയ കുഴപ്പമില്ല, ധൈര്യമായിട്ട് വായിച്ചു. ഓക്കെ മതി. ഈ കഴിഞ്ഞ പാഠത്തില്, ഇപ്പോ നമ്മളെ തൊട്ട് മുന്നേ വായിച്ചിരുന്ന പാഠത്തിൽ പറഞ്ഞതായ ചുവപ്പ് നിറം കൊടുത്തതായ ഫേലുകളാണ് ഇവിടെ പറയുന്നത്. ആ ചുവപ്പ് കളർ കൊടുത്ത ഫേലുകളെ യഖിബ, ഖാല, അഹ്യ, അമാത, ജലസ, ഖാമ, ദഖല, ഖള, തഅല്ലമ, ഇവയൊക്കെ മാദിയായ ഫേലുകളാണ്. പിന്നെ യഖൂലു, യദ്കുറു, ഇവ രണ്ടും മുദാരിയായ ഫേലുകളാണ്. അപ്പൊ നമുക്ക് സംശയം വരും, എന്താണ് മാദിയായ ഫേല്, എന്താണ് മുദാരിയായ ഫേല്? ആ സംശയം നമുക്ക് തീർക്കാനുണ്ട്. മാദിയായ ഫേൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയതായ പ്രവർത്തനത്തിന്മേൽ അറിയിക്കുന്ന വാക്ക് എന്നാണ് അർത്ഥം. കഴിഞ്ഞു പോയ കാലത്ത് സംഭവിച്ച ഒരു പ്രവർത്തനത്തിന്മേൽ അറിയിക്കുന്ന വാക്ക് എന്നാണ് അർത്ഥം. ക്ലാസ്സിലാണ്. പിന്നെ കഴിഞ്ഞു പോയ കാലത്ത് സംഭവിച്ചതായ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, കാലം എന്ന് പറയുമ്പോൾ ഒരു വർഷം മുന്നേ നടന്നത് അല്ലെങ്കിൽ ഒരുപാട് വർഷം മുന്നേ നടന്നത് എന്നൊന്നും കരുതരുത്. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഞാൻ കൈ ഉയർത്തി അല്ലെ, കൈ ഉയർത്തുക എന്നൊരു പ്രവർത്തനം, എന്റെ ഒരു പ്രവർത്തനമാണ്. കൈ താഴ്ത്തി, കൈ ഉയർത്തി, കൈ താഴ്ത്തി അല്ലെ, ഇതെന്റെ ഓരോ പ്രവർത്തനങ്ങളാണ്. അപ്പോ ഞാൻ ഉയർത്തി പിടിച്ചുകൊണ്ടിരുന്നു അല്ലെ, എനിക്ക് പറയാൻ പറ്റും ഞാൻ കൈ ഉയർത്തി. അപ്പൊ ഉയർത്തുക എന്ന എന്റെ പ്രവർത്തനം സംഭവിച്ചു കഴിഞ്ഞതാണ്, ചെയ്തു കഴിഞ്ഞതാണ്. മനസ്സിലായല്ലോ? പറഞ്ഞ മനസ്സിലായോ? ഇതുപോലെ മറ്റൊരു ഉദാഹരണം പറയാം. നാദിർ പാഠം വായിച്ചു. നാദിർ പാഠം വായിച്ചു, ഇതൊരു സെന്റൻസ് ആണ്. ഇതില് വായിച്ച വ്യക്തി നാദിർ ആണ്. അവൻ ചെയ്ത പ്രവർത്തനം എന്താണ്? വായിക്കുക എന്നുള്ളതാണ്. ആ കാര്യം ചെയ്തു കഴിഞ്ഞു. അപ്പൊ നാദിർ പാഠം വായിച്ചു എന്നതിൽ പ്രവർത്തനമായി വന്ന വാക്ക് ഏതാണ്? നാദിർ എന്നതാണോ, അല്ലെങ്കിൽ പാഠം എന്നതാണോ, അല്ലെങ്കിൽ വായിച്ചു എന്നതാണോ? ഇതിൽ ഏതാണ് പ്രവർത്തനമായി വന്നത്? വായിച്ചു. വെരി ഗുഡ്, വെരി ഗുഡ്. വായിച്ചു എന്നതാണ്. പ്രവർത്തനം എന്നതിനാണ് അറബിയിൽ പറയുന്നത് ഫിഅല് എന്ന് പറയുന്നത്. പ്രവർത്തനം, ഫിഅല്. ഓക്കെ, 5ാം ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് ഫിഅലിൽ മാദിയായ ഫിഅലിനെ കുറിച്ച്, മുദാരിയായ ഫിഅലിനെ കുറിച്ച് മാത്രമേ പഠിക്കാനുള്ളൂ. ബാക്കിയൊക്കെ തുടർന്നുള്ള ക്ലാസ്സുകളിലാണ് ഇൻഷാ അല്ലാഹ്. അപ്പോ നാദിർ പാഠം വായിച്ചു. നമുക്ക് അറബിയിൽ പറയുകയാണെങ്കിൽ
ഖറഅ നാദിറുൻ അദ്ദർസ. നാദിർ പാഠം വായിച്ചു. ഇപ്പൊ ഞാൻ പറഞ്ഞ വിഷയം മനസ്സിലായോ? മാദിയായ ഫീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെയ്തു കഴിഞ്ഞതായ പ്രവർത്തനത്തിന്മേൽ അറിയിക്കുന്ന വാക്ക്. ഇവിടെ നാദിർ പാഠം വായിച്ചു എന്ന അർത്ഥമുള്ള ഖറഅ നാദിറുൻ അദ്ദർസ എന്നതിൽ ഉള്ള ഖറഅ എന്നത് എന്താണ്? മാദിയായ ഫീലാണ്. കാരണം ഖറഅ എന്നതിന്റെ അർത്ഥം എന്താണ്? വായിച്ചു, വായിക്കുക എന്ന പ്രവർത്തനം ചെയ്തു കഴിഞ്ഞു എന്നതാണ് അതിന്റെ അർത്ഥം. അതുപോലെ നമ്മുടെ ഇന്ന് ഈ പാഠത്തിൽ യഖില ജുനൈദുൻ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിൽ ഹെഡിങ് തന്നെ എന്താണ്? യഖില ജുനൈദുൻ, ജുനൈദ് ഉണർന്നു. ജുനൈദിന്റെ ഉണരുക എന്ന പ്രവർത്തനം, ആക്ഷൻ, അത് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഹംദാൻ മൈക്ക് ഓഫ് ചെയ്യാം. മൈക്ക് ഓൺ ആക്കാൻ ഞാൻ പ്രത്യേകം പറയൂ കേട്ടോ. ഇപ്പൊ നിലവിൽ എല്ലാവരും ഓഫ് ചെയ്യരുത്. നാദിറിന്റെ ഓണായി നിൽക്കട്ടെ, സൈലന്റ് ആണ്. ഓക്കെ, നിങ്ങളെ കുട്ടികളെ എന്തെങ്കിലും പോരായ്മ കൊണ്ടല്ല ഞാൻ ചിലരുടേത് മ്യൂട്ട് ചെയ്യാൻ പറയുന്നു, ചിലരുടേത് പിന്നെ മൈക്ക് ഓണാക്കി വെക്കാൻ പറയുന്നതും നിങ്ങളെ പ്രശ്നം കൊണ്ടല്ല കേട്ടോ. നമ്മുടെ സറൗണ്ടിങ്സ്, ബാക്ക്ഗ്രൗണ്ട് ശബ്ദം ഒക്കെ മറ്റു കുട്ടികൾക്കൊക്കെ അത് ക്ലാസ്സിനൊരു ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടാണ്. അപ്പോ പറഞ്ഞു വന്നത് മാദിയായ ഫിഅല് എന്താണെന്ന് പറഞ്ഞു അല്ലെ? ചെയ്തു കഴിഞ്ഞതായ അല്ലെങ്കിൽ സംഭവിച്ചതായ പ്രവർത്തനത്തിന്മേൽ അറിയിക്കുന്ന വാക്ക്. അങ്ങനെയുള്ള വാക്കുകളാണ് നമ്മുടെ പാഠത്തിൽ ചുവപ്പ് നിറാക്കി കൊടുത്തിട്ടുള്ളത്. അതാണ് ഇപ്പൊ വായിച്ചത്. ഏതൊക്കെ? ഖറഅ, ജലസ, സോറി, അമാത, അബദ, തഅല്ലമ, യഖിള, ഖാല, അഹ്യ, അമാത. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ അഹ്യാനി, അമാതനി എന്നതിലൊക്കെ നീ ചേർത്താണ് ചുവപ്പ് നിറാക്കി കൊടുത്തിട്ടുള്ളത്. അവിടെ നീ എന്നത് ആ ഫിഅലല്ല കേട്ടോ. ഞാൻ പാഠം എടുക്കുന്ന സമയത്ത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അതിന്റെ മുകൾ ഭാഗത്ത് അഹ്യ എന്ന വാക്ക് മാത്രം എഴുതി കൊടുക്കുക. പെൻസിൽ കൊണ്ട് എഴുതി കൊടുത്താൽ മതി. അത് പുസ്തകത്തിൽ വെട്ടേണ്ട ആവശ്യമില്ല. ശരിക്കും അങ്ങനെ ചുവപ്പ് നിറം ആക്കാൻ പാടില്ലായിരുന്നു. അഹ്യ എന്നത് മാത്രമേ ഫേലു. അതുപോലെ അമാത്ത, നീ എന്നത് അതിൽ ചേർക്കരുത്. പിന്നെ ഏതോ ഒരു ഇതിൽ വാവ് ചേർത്ത് എഴുതിയിട്ടുണ്ടോ? ജലസ എന്നതിൽ വാവ് ചേർത്ത് ചുവപ്പാക്കിയിട്ടുണ്ട്. അങ്ങനെ എന്തോ ഇല്ലേ? വാവ് ചേർത്ത് ചുവപ്പാക്കിയത് ഏത് ഫിയലാ? ഒന്ന് വായിച്ചേ പാഠത്തിൽ. അല്ലെ, ജലസ വാവ് ചുവപ്പാണോ? ഇല്ല. ഓക്കെ, എന്നാ കുഴപ്പമില്ല. അങ്ങനെ വേറെ ഏതോ ഒന്നുണ്ട് ഫിയലിൽ പെട്ടതല്ലാത്ത ഒരു അക്ഷരം കൂടെ ചേർത്തിട്ടുള്ളത്. വക്കാല, വക്കാല വാവ് ചേർത്തില്ലേ? ഇല്ല ഇല്ല ഇല്ല. ഓക്കെ, മതി മതി, റെഡി. അപ്പോ ഇതൊക്കെ മാദിയാ ഫീൽ ആണെന്ന് പറഞ്ഞു അല്ലെ? മാദിയാ ഫീൽ എന്ന് പറഞ്ഞാൽ ചെയ്തു കഴിഞ്ഞതായ പ്രവർത്തനത്തിന്മേൽ അറിയിക്കുന്ന വാക്ക്. ഓക്കെ, അത് പറഞ്ഞു. മുലാരിയായ ഫീൽ എന്ന് പറഞ്ഞാൽ, മുലാരിയായ ഫീൽ ഇപ്പൊ കഴിഞ്ഞ നമ്മുടെ പാഠത്തിൽ വന്ന് രണ്ട് മുലാരിയായ ഫീൽ മാത്രമേ വന്നിട്ടുള്ളൂ. അത് ഏതൊക്കെയാണ്? പിന്നെ ഇപ്പൊ പറഞ്ഞല്ലോ, യഖൂലു, പിന്നെ യദ്കുറു. യഖൂലു, യദ്കുറു, അത് അഫ്ആലുൽ മുദാരിഅ. ഇവ രണ്ട് മുദാരിഅ ഫീലുകളാണെന്ന് പറഞ്ഞു. മുദാരിഅ ഫീൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതോ ഇനി സംഭവിക്കാൻ പോകുന്നതോ ആയ പ്രവർത്തനത്തിന്മേൽ അറിയിക്കുന്ന വാക്ക്. അപ്പൊ മുദാരിഅ ഫീലിന് രണ്ട് രൂപത്തിലുള്ള അർത്ഥങ്ങൾ ഉണ്ടാകും. ഒന്നുകിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന അർത്ഥമായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഇനി ഒരാൾ ചെയ്യാൻ പോകുന്നു എന്നൊരു അർത്ഥമായിരിക്കും. ഉദാഹരണം ഞാൻ പറയാം. നിങ്ങൾ എല്ലാവരും രാവിലെ ചായ കുടിച്ചോ? ഓക്കെ, നല്ല കുട്ടികള്. ചായ കുടിച്ചോ? ഇല്ലേ? എന്നാ നീ നല്ല കുട്ടി തന്നെ കേട്ടോ. ക്ലാസ് തുടങ്ങിയെന്ന് അറിഞ്ഞിട്ട് വേഗം ഉണർന്നു വന്നതാണ്. അപ്പൊ ചായ കുടിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ ഗ്ലാസ് ഉയർത്തി, അതെന്റെ ഒരു പ്രവർത്തനമാണ്, ഫീൽ ചെയ്തു കഴിഞ്ഞു. ഇനി ഞാൻ പറയാൻ പോവാണ്, ഞാൻ ചായ കുടിക്കും. അഷ്റബു ഷായ, ഞാൻ ചായ കുടിക്കും എന്ന് പറയാണ്.
അപ്പൊ ഞാൻ ഉപയോഗിച്ച വാക്ക് അഷ്റബു. ഇതൊരു മുദാരിയായ ഫീലാണ്. അഷ്റബു ഞാൻ ചെയ്യുന്നതായതുകൊണ്ട് ആ വന്നത് കേട്ടോ. ഇനി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, കുടിച്ചുകൊണ്ടിരിക്കുമ്പോ എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. അപ്പൊ എന്നെ കുറിച്ച് മറ്റൊരാൾ പറയുമ്പോ ഉസ്താദ് ചായ കുടിക്കുന്നു എന്നാ പറയാ, അല്ലെ? അപ്പൊ യഷ്റബുൽ ഉസ്താദു അഷായ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓക്കെ, യഷ്റബുൽ ഉസ്താദു, ഉസ്താദ് കുടിക്കുന്നു, അഷായ ചായ കുടിക്കുന്നു. അപ്പൊ ഇതിലുള്ള യഷ്റബു എന്നതിന്റെ അർത്ഥം എന്താ? കുടിക്കുന്നു, കുടിച്ചുകൊണ്ടിരിക്കുന്നു, അതായത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന അർത്ഥമാണ് വരുന്നത്. ഞാൻ ആദ്യം ഉപയോഗിച്ചത് എന്താ? കുടിക്കും, അല്ലെ? ഓ, മറ്റൊരാളെ കുറിച്ച് ഞാൻ പറയാണ്, ഹംദാനെ കുറിച്ച്. യഷ്റബു ഹംദാനുൻ അഷായ, ഹംദാൻ ചായ കുടിക്കും എന്ന് പറഞ്ഞപ്പോ ഞാൻ ഉപയോഗിച്ചത് യഷ്റബു എന്ന് തന്നെയാണ്. ഹംദാൻ ഇപ്പൊ നിലവിൽ ചായ കുടിക്കുന്നില്ല, ഇപ്പൊ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ക്ലാസ് കഴിഞ്ഞ ശേഷം ഹംദാൻ ചായ കുടിക്കുകയുള്ളൂ. അതേസമയം റൈഹാന് ലൈവായിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറയുന്നതാണ്, ഞാൻ ആരും കുറ്റപ്പെടുത്തുന്നതല്ല. റൈഹാൻ ലൈവായിട്ട് ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന വാക്ക് എന്താണ്? യഷ്റബു റൈഹാനുൻ അഷായ. യഷ്റബു റൈഹാനുൻ അഷായ, റൈഹാൻ ചായ കുടിക്കുന്നു. യഷ്റബു ഹംദാനുൻ അഷായ, ഹംദാൻ ചായ കുടിക്കും. രണ്ടും രണ്ട് അർത്ഥങ്ങളാണുള്ളത്. ഇത് എങ്ങനെ നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റുക? അത് നമുക്ക് ആ സെന്റൻസ് വരുന്നതിന്റെ സാഹചര്യത്തിൽ നിന്ന്, കോണ്ടെക്സ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാൻ പറഞ്ഞത് മുദാരി ആയ ഫീലിന്റെ അർത്ഥം രണ്ട് രൂപത്തിൽ വരാം. ഒന്നുകിൽ ആ സംഭവം ഒരു പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന അർത്ഥമായിരിക്കും, അല്ലെങ്കിൽ ഇനി ചെയ്യാൻ പോകുന്നു എന്നൊരു അർത്ഥമായിരിക്കും ഉണ്ടാവുക. ഞാൻ നിങ്ങൾക്ക് ബോർഡിൽ എഴുതി തന്നിരുന്നില്ലായിരുന്നു? മുദാരി ആയ ഫീല് തന്നെ രണ്ട് ഇനങ്ങളാണ്. അതിലൊന്ന് ഹാല്, മറ്റൊന്ന് മുസ്തഖ്ബിൽ എന്നൊക്കെ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? ഒരു ചാർട്ട് വരച്ചു തന്നില്ല ബോർഡില്? ആദ്യം അറബി കലിമത്ത് തന്നെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു. ഫിഇല്, ഇസ്മ്, ഫിഇല്, ഹർഫ്. അതിൽ ഫിഇല് തന്നെ മാദി, മുദാരി, മുദാരി തന്നെ ഹാല്, മുസ്തഖ്ബിൽ. ഇങ്ങനെ വരച്ചു തന്ന ഓർമ്മയില്ലേ? നിങ്ങൾ നോട്ട്ബുക്കിൽ വരച്ചിരുന്നോ? ആ, പോട്ടെ. ഓർമ്മയുണ്ട് അല്ലെങ്കിൽ ഉണ്ടില്ല എന്നൊക്കെയാണ് തോന്നുന്നത്. ഒന്നും മിണ്ടുന്നില്ല. അമ്പോ, അപ്പൊ മാദി എന്താണ്, മുദാരി എന്താണെന്ന് മനസ്സിലാക്കി, ഉദാഹരണങ്ങളും പറഞ്ഞു, അല്ലെ? ഇനി പാഠത്തിൽ പറയുന്നത് എന്താ? പാഠത്തിലല്ല, തദ്രീബാത്തിൽ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, മാദിയും മുദാരിയും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു കള്ളിയാണോ കൊടുത്തിട്ടുള്ളത്? അൽ മാദി അൽ മുദാരി, അല്ലെ? കള്ളിയല്ലേ? ആ കള്ളിക്കകത്ത് മാദി എന്ന കള്ളിയിൽ വരുന്നത് ഖറഅ, ജലസ, അബദ, അമാത, അഹ്യ, തഅല്ലമ, ഷറഫ എന്നിവയാണ്. ഇതൊക്കെ മാദിയായ ഫിഅലുകൾക്ക് ഉദാഹരണമാണ്. മാദിയായ ഫിഅലുകൾക്ക് ഉദാഹരണമാണ് ഇതിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ നേരെ അടുത്തുള്ള മറ്റൊരു കള്ളി, ആ കള്ളിയുടെ ഹെഡിങ് എന്താണ്? അൽ മുദാരിഉ, മുദാരി ആയ ഫിഅലുകളുടെ കള്ളിയാണ്. അപ്പോ ഏതെങ്കിലും മാദിയായ ഫിഅലും ഏതെങ്കിലും മുദാരിയായ ഫിഅലുകളും അല്ല. ഇതില് മാദിയായ ഫിഅലുകളുടെ ലിസ്റ്റില് ഫസ്റ്റ് വന്നത് ഖറഅയാണ്. ആ ഖറഅ എന്ന മാദിയുടെ നേരെ മുദാരി ആണ് അടുത്തുള്ള കള്ളിയിൽ കാണിക്കുന്നത്. ഖറഅയുടെ മുദാരി ആണ് യഖറഉ. ഖറഅ എന്നതിന്റെ അർത്ഥം ഓതി എന്നാണ്. ഓതി അല്ലെങ്കിൽ വായിച്ചു എന്ന് പറയാം. ഖറഅൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതി, ഖുർആൻ വായിച്ചു എന്ന് നമ്മൾ പറയാൻ പാടില്ല, അല്ലെ? ഖുർആനിനോടുള്ള ഒരു ആദരവ് എന്നുള്ള നിലക്കാം ഖറഅൽ ഖുർആൻ. എന്നാൽ ഖറഅൽ ജരീദത, പത്രം വായിച്ചു, പത്രം ഓതി എന്നാരെയും പറയാം? പത്രം പാരായണം ചെയ്തു എന്ന് പറയാം? ഇല്ല, അങ്ങനെ പറയില്ല. കത്ത് പാരായണം ചെയ്യാന്ന് പറയാറില്ല, അല്ലെ? പിന്നെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കുക, കിതാബ് പാരായണം ചെയ്യാൻ തുടങ്ങും. കാരണം കിതാബ് നമ്മൾ ബഹുമാനിക്കുന്ന. എവിടുന്നോട് ഒരു കിടകടാരവം കേൾക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ സൈലന്റ് ആയി. ഓക്കെ, മതി. അപ്പോ ഖറഅ എന്ന് പറഞ്ഞാൽ വായിച്ചു, പാരായണം ചെയ്തു എന്നൊക്കെ അർത്ഥമാണ്.
യഖറഉ ഓതും അല്ലെങ്കിൽ പാരായണം ചെയ്യും, പാരായണം ചെയ്യുന്നു, വായിക്കുന്നു എങ്ങനെയുള്ളൊരു അർത്ഥമാണ്. ജലസ ഇരുന്നു, അതിന്റെ മുതാരി യജ്ലിസു ഇരിക്കും, ഇരിക്കുന്നു. മാദാ തഫ്അലൂൻ യാ തുല്ലാബി വിദ്യാർത്ഥികൾ. ഇത് എന്റെ വകയാണ്, നിങ്ങൾ പാടത്ത് നോക്കണ്ട. ഇവിടെ തുല്ലാബി അൽ അഇസ്സ, എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മാദാ തഫ്അലൂൻ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം ഞങ്ങൾ ഇരിക്കുന്നു, അല്ലെ? ഞങ്ങൾ ഇരിക്കുന്നു, അല്ലെ? നഹ്നു നജ്ലിസു ഞങ്ങൾ ഇരിക്കുന്നു. യജ്ലിസു എന്നതിന്റെ ഞങ്ങളിലേക്ക് ചേർത്ത് പറയുന്നതാണ്, അതിന്റെ മറ്റൊരു വാക്ക് രൂപമാണ് നജ്ലിസു. യജ്ലിസു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ ഇരിക്കുന്നു എന്നാണ്. നജ്ലിസു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇരിക്കുന്നു. അപ്പൊ ഇതാ അബദ മറ്റൊരു മാദിയാണ്. അബദയുടെ അർത്ഥം ആരാധിച്ചു, ഇബാദത്ത് ചെയ്തു. യഅ്ബുദു ആരാധിക്കും, ആരാധിക്കുന്നു. അമാത മരിപ്പിച്ചു, യുമീതു മരിപ്പിക്കും. അഹ്യാ ജീവിപ്പിച്ചു, യുഹ്യി ജീവിപ്പിക്കും, ജീവിപ്പിക്കുന്നു. തഅല്ലമ പഠിച്ചു, ശ്രദ്ധിക്കണേ, പഠിപ്പിച്ചു എന്നല്ല. തഅല്ലമ എന്ന് പറഞ്ഞാൽ പഠിച്ചു. പഠിക്കൽ വേറെയാണ്, പഠിപ്പിക്കൽ വേറെയാണ്, അറിയാലോ. നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നു, നിങ്ങൾ പഠിക്കുന്നു, മനസ്സിലായോ? തഅല്ലമ എന്ന് പറഞ്ഞാൽ പഠിച്ചു. യതഅല്ലമു പഠിക്കും, പഠിക്കുന്നു. ഷറഫ പവിത്രമാക്കി, യുശരിഫു പവിത്രമാക്കും, പവിത്രമാക്കുന്നു. ത്വലഅ ഉദിച്ചു. അടുത്ത മാദി മുദാരി ബോക്സ്. ത്വലഅ നമ്മൾ പാട്ട് പാടിയില്ലേ? ത്വലഅൽ ബദ്റു അലൈന, അല്ലേ? ആ ത്വലഅൽ ബദ്റു അലൈന എന്ന് പറഞ്ഞല്ലോ, ചന്ദ്രൻ ഉദിച്ചു എന്ന് പറഞ്ഞല്ലോ. ത്വലഅ എന്നതിന്റെ അർത്ഥം ഉദിച്ചു, ഉദയം ചെയ്തു, മാദിയാണ്. അതിന്റെ മുദാരി എന്താ? യത്ലഉ, യത്ലഉ അൻത തത്ലഉ ബൈനന. പാടാറില്ലേ? യത്ലഉ എന്ന യത്ലു അൻത തത്ലഉ, അൻത തത്ലഉ ബൈനന എന്ന് പാടാനുണ്ട്. ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി. അല്ലേ? അവർ കേട്ട് പരിചയല്ലേ മൗലിദിലുള്ള അൻത തത്ലഉ. അവിടെ ത്വലഅ എന്നതിന്റെ നേരെ മുദാരിയാണ് യത്ലഉ. യത്ലഉ, യത്ലഅനി, യത്ലഊന, തത്ലഉ, തത്ലഅനി, യത്ലഅന, അങ്ങനെ വരാം. യത്ലഉ എന്നാണോ നിങ്ങളുടെ കിതാബിലുള്ളത്, അതെ യത്ലഉ എന്നാണോ? ലാമിന് ഫത്ഹാണോ ബമ്മാണോ? ബമ്മാണ്. ഓക്കെ, ബൊമ്മ. ബൊമ്മാണ് വേണ്ടത്. യെസ്, അതിന്റെ പ്രത്യേകത. പിന്നെ വജബ, വജബ ഒരു മാദിയാണ്. അതിന് മുദാരിയിൽ വാവ് കാണുന്നുണ്ടാവില്ല, അത് തെറ്റല്ല, അങ്ങനെയാണ് വേണ്ടത്. അങ്ങനെ ചില മാദിയുണ്ട് കേട്ടോ. വാവ് കൊണ്ട് തുടങ്ങിയ മുദാരിയിൽ പിന്നെ രണ്ടാമത്തെ അക്ഷരത്തിന് കെസറായി വരുന്ന ഫെയിലാണെങ്കിൽ, മാദിയിൽ തുടക്കത്തിൽ വാവും മുദാരി ആകുമ്പോൾ രണ്ടാമത്തെ അക്ഷരത്തിന് കെസറുമാണ് വരുന്നതെങ്കിൽ അതിൽ നിന്ന് വാവ് ഒളിഞ്ഞിരിക്കും. അങ്ങനെയുള്ള മാദിയായ ഫെയിൽ, അങ്ങനെയുള്ള ഫെയിൽ ഉണ്ട്. വജബ യജിബു അതിൽപ്പെട്ടതാണ്. വഅദ യഇദു അതിൽപ്പെട്ടതാണ്. വേറെ ഉദാഹരണങ്ങളൊക്കെ നമുക്ക് പിന്നെ നോക്കാം. അപ്പോ വജബ, വജബ എന്ന് പറഞ്ഞാൽ അർത്ഥം നിർബന്ധമായി, യജിബു നിർബന്ധമാകും, നിർബന്ധമാകും, നിർബന്ധമാകുന്നു, എങ്ങനെയാ അർത്ഥം? യത്ലഉ ഉദിക്കും, അല്ല യത്ലഉ ഉദിക്കും, ഉദിക്കുന്നു. ഖാല പറഞ്ഞു, യഖൂലു പറയും, പറയുന്നു. ജാഅ വന്നു, യജിഉ വരും, വരുന്നു. ഓക്കെ, ഷെസ്വ, ഷെസ്വ മൈക്ക് ഓഫ് ചെയ്യാം, എന്തോ ഒരു ശബ്ദം വരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയി, ബാക്കിയെല്ലാം സെറ്റാണ്, റെഡിയാണ്. ജാഅ വന്നു, യജിഉ വരും, വരുന്നു. ആദ അഭയം തേടി, അല്ലെ? നമ്മൾ ഓതാറുണ്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. എന്താണ് അതിന്റെ അർത്ഥം? ശൈത്താനിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു എന്നാണ്. അഊദു എന്നത് മുദാരിഅാണ് യഥാർത്ഥത്തിൽ. അഊദു എന്ന് പറഞ്ഞാൽ ഞാൻ കാവൽ ചോദിക്കുന്നു എന്നാണ്.
അപ്പൊ ഇവിടെ കണ്ടല്ലോ, ആദ അഭയം തേടി അല്ലെങ്കിൽ കാവൽ ചോദിച്ചു. ആദ എന്നതിന്റെ നേരെ മുതാരി യഊദു. യഊദുവിന്റെ അർത്ഥം എന്താ? അവൻ കാവൽ ചോദിക്കുന്നു, അവൻ കാവൽ ചോദിക്കും. ഈ യഊദു ഇങ്ങനെ സർഫ് ചെയ്ത് വരുമ്പോൾ അവസാനത്തിന്റെ തൊട്ട് മുമ്പുള്ളതായിട്ട് വരുന്നുണ്ട് അഊദു, ഞാൻ കാവൽ ചോദിക്കുന്നു, നഊദു നമ്മൾ കാവൽ ചോദിക്കുന്നു. ഞാനൊരു യഊദുവിന്റെ 14 രൂപങ്ങളൊന്ന് നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം. യഊദു യഊദാനി യഊദൂന, തഊദു തഊദാനി യഊസ്ന, തഊദു തഊദാനി തഊദൂന, തഊസീന തഊദാനി തഊസ്ന, അഊദു നഊദു. അഊദു അതിൽപ്പെട്ട അഊദാണ്, 13ാമത്തെ വാക്കാണ് അഊദു. അതാണ് നമ്മൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നത് ഓതുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? അഊദു എന്ന് പറഞ്ഞാൽ ഞാൻ കാവൽ ചോദിക്കുന്നു, ബില്ലാഹി അല്ലാഹുവിനോട്, മിനശ് ശൈത്വാനിർ റജീം ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് കാവൽ ചോദിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതിൽ പറയുന്ന അഊദു എന്നത് എന്താണ്? മുദാരി ആയ ഫെയിലാണ്. അതിന്റെ അർത്ഥം എന്താ? ചെയ്തുകൊണ്ടിരിക്കുന്നതായ ഒരർത്ഥത്തിന്മേൽ അറിയിക്കുന്ന വാക്കാണ് അഊദു. ഞാൻ കാവൽ ചോദിക്കുന്നു, അല്ലെ? ചെയ്യുന്ന സമയത്ത് പറയുന്ന വാക്കാണ്. ഖളാ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? വീട്ടി, നിർവഹിച്ചു. യഖ്ദി വീട്ടും, നിർവഹിക്കും, നിർവഹിക്കുന്നു. ഖറജ പുറപ്പെട്ടു, യഖ്റുജു പുറപ്പെടും, പുറപ്പെടുന്നു. ഇതാണ് മാദിയായ ഫെയില് മുദാരിഅ ഫെയിലുകൾക്ക് ഉദാഹരണങ്ങൾ പറഞ്ഞു. ഇനി അത് ചേർത്ത് ചില സെന്റൻസുകൾ പരിചയപ്പെടുത്തുന്നുണ്ട്. മാദിയായ ഫെയിൽ ചേർത്ത് ഒരു 5 സെന്റൻസും ഉണ്ട്, മുദാരിഅ ഫെയിൽ ചേർത്ത് ഒരു 5 സെന്റൻസ് ഉണ്ട്. ഞാൻ സ്പീഡിൽ വായിക്കാം. നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത സമയത്തിനനുസരിച്ചുള്ള സമയം ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. ഫസ്റ്റ്, ദഹബ ഹമീദുൻ ഇലൽ മദ്രസ. ഹമീദ് മദ്രസയിലേക്ക് പോയി. ഹമീദ് മദ്രസയിലേക്ക് പോയി, അല്ലെ? എന്താണ് ഇതില് മലയാളത്തിൽ നോക്കിയാൽ പോയി എന്നതാണ് മാദിയായ ഫെയിൽ. പോയി എന്ന അർത്ഥമുള്ള വാക്ക് ഏതാണ്? അതാണ് മാദിയായ ഫെയിൽ. അതേതാ? ദഹബ എന്നതാണ്. ദഹബ ഹമീദ്, ഹമീദ് പോയി, ഇലൽ മദ്രസ മദ്രസയിലേക്ക്. ഇതിൽ ദഹബ എന്നത് മാദിയാണ്. ആശൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീനത്തി 10 സിനീൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ 10 വർഷം ജീവിച്ചു. 10 വർഷം ജീവിച്ചു, താമസിച്ചു എന്നർത്ഥം. അതിൽ ആശൻ നബിയു, നബി തങ്ങൾ ജീവിച്ചു. ആശ എന്നതാണ് ഫിഅല്, ജീവിച്ചു എന്നർത്ഥമുള്ള വാക്ക്. ഹഫറ ജിബ്രീലു ബിഅർ സംസം. ജിബ്രീൽ അലൈഹിസ്സലാം സംസം കിണർ കുഴിച്ചു. ഹഫറ ജിബ്രീലു, ജിബ്രീൽ അലൈഹിസ്സലാം കുഴിച്ചു. ബിഅർ സംസമ, സംസം കിണർ കുഴിച്ചു. ഇതിൽ ഹഫറ എന്നത് മാദിയാണ്. ഇഷ്തറ അബി മിന്ദീർ, ഇത് മറ്റൊരു ഉദാഹരണമാണ്. ഇഷ്തറ അബി, എന്റെ ഉപ്പ വാങ്ങിച്ചു. മിന്ദീലൻ, ഒരു തൂവാല, കർച്ചീഫ്, ടവല് എന്നൊക്കെ നമ്മൾ പറയാം, അല്ലെ? നിങ്ങൾ എന്താ പറയാ? എന്താ പറയാ? മിന്ദീൽ, കർച്ചീഫ് എന്നാണോ, ടവൽ എന്നാണോ, തൂവാല എന്നാണോ, എന്താ പറയാ? റൈഹാന്റെ എന്റെ ചെവിന്റെ ഉള്ളിൽ വേറെ, അത്രയും വ്യക്തമായ ടായാണ്. പിന്നെ മാദിയായ ഫെയിൽ ചേർത്തുള്ള ഉദാഹരണങ്ങൾ കുറച്ച് പറഞ്ഞു. റൈഹാൻ പ്ലീസ് മ്യൂട്ട്. എക്കോ അടിക്കുന്നു. യെസ്, ക്ലിയർ ആയി. ഇഷ്തറ അബി മിന്ദിരൻ, എന്റെ ഉപ്പ ഒരു ടവൽ വാങ്ങിച്ചു. അദ്ദനൽ മുഅദ്ദിൻ, ഇവിടെ ഇഷ്തറ എന്നതാണ് മാദിയായ ഫെയിൽ, അല്ലെ? ഇഷ്തറ എന്നതിന്റെ അർത്ഥം എന്താണ്? വാങ്ങി, വാങ്ങിച്ചു എന്നാണ്. ബോട്ട്, ബൈ, ബോട്ട് എന്ന് പറയല്ലോ, അല്ലെ? ഇംഗ്ലീഷിലേക്ക് പോകണ്ട. അദ്ദനൽ മുഅദ്ദിനു ലിസ്വലാത്തിൽ ഫജ്ർ. മുഅദ്ദിൻ എന്ന് പറഞ്ഞാൽ പള്ളിയിൽ വാങ്ക് വിളിക്കുന്ന ഉസ്താദിനാണ് മുഅദ്ദിൻ എന്ന് പറയാം. ഉസ്താദ് ആവണമെന്നില്ല. നിങ്ങളിൽ ഒരാൾ വാങ്ക് വിളിക്കുന്നയാളാണെങ്കിൽ നിങ്ങളെ കുറിച്ച് മുഅദ്ദിൻ എന്ന് പറയാം. മനസ്സിലായോ? വാങ്ക് വിളിക്കുന്ന ഒരാൾ കുറെ കൊല്ലങ്ങളോളം വാങ്ക് വിളിച്ചുകൊണ്ടിരിക്കണം എന്നില്ല. ഒരിക്കൽ വാങ്ക് വിളിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് അയാളെ കുറിച്ച് മുഅദ്ദിൻ എന്ന് പറയാം. അദ്ദനൽ മുഅദ്ദിനു, വാങ്ക് വിളിക്കുന്നയാൾ അല്ലെങ്കിൽ മുഅദ്ദിൻ വാങ്ക് വിളിച്ചു. ലിസ്വലാത്തിൽ ഫജ്ർ, സുബ്ഹ് നിസ്കരിക്കാൻ വേണ്ടി, സുബ്ഹ് നിസ്കാരത്തിന് വേണ്ടി. വാങ്ക് എന്നാണ് പറയേണ്ടത് എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ബാങ്ക് എന്നൊക്കെ എഴുതൊക്കെ കാണാം. വാങ്കി എന്ന പദം, അതിന്റെ ഒരു അർത്ഥം മലയാള വാക്കാണെങ്കിലും മലയാളം അതിന്റെ അയൽവാസികളായ ഭാഷകളിൽ നിന്ന് കടമെടുത്തതാണ്. കടമെടുത്തതല്ല,
ഷെയർ വാങ്ങിയതാണ്. പല പദങ്ങളും മലയാളത്തിലെ പല പദങ്ങളും മറ്റു ഭാഷകളിൽ നിന്ന് വന്നതാണ്. തമിഴ് വന്നതിന് ശേഷമാണ്, കന്നഡ വന്നതിന് ശേഷമാണ് മലയാളം വന്നത്. കുറെ പദങ്ങൾ തമിഴിൽ നിന്ന് എടുത്തിട്ടുണ്ട്. മലയാളം ഇവിടെ രൂപീകരിക്കുന്ന സമയത്ത് അറബികളൊക്കെ നമ്മുടെ കേരളത്തിൽ വരുന്ന സാഹചര്യം ആയതുകൊണ്ട് അറബികളുമായിട്ട് കേരളത്തിലെ ആളുകൾക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു, സംസാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് അറബിയിൽ നിന്ന് ധാരാളം പദങ്ങൾ എന്തിൽ വന്നിട്ടുണ്ട്, മലയാളത്തിൽ വന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ബാക്കി. ബാക്കി എന്നുള്ളത്, ബാക്കി എന്നത് യഥാർത്ഥത്തിൽ അറബി വാക്കാണ്. ബാക്കി എന്നത് മലയാളത്തിലായി വന്നതാണ്. ബാക്കി ബാക്കി എന്ന് അറബിയിൽ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ബാക്കി എന്ന് തന്നെയാണ്. മനസ്സിലായോ? കാലിയാവുക, പോക്കറ്റ് കാലിയായി എന്നറിയില്ലേ? ഒന്നുമില്ലാതെയായി എന്ന് പറഞ്ഞാൽ ഖാലിയായി എന്നതിന്റെ, ഖാലി എന്ന അറബി വാക്കിന്റെ മലയാളമാണ് കാലി എന്ന് പറയുന്നത്. മലയാളത്തിൽ ഖാ ഇല്ലല്ലോ, ഇത് കണ്ട. ഓക്കെ, ഇൻഷാ അല്ലാഹ് അപ്പൊ നമുക്ക് പിന്നെ പറയാം. ചെറിയ രണ്ട് ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞതാ. അപ്പൊ അത് പറയാൻ കാരണം ബാങ്കി എന്നത് അല്ലെ, ബാങ്കി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? പള്ളിയിൽ നിന്ന് വിളിക്കുകയാണ്, ഹയ്യ അല സ്വലാഹ് എന്ന് വിളിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താ? നിസ്കരിക്കാൻ വരൂ എന്നാണ്. ഹയ്യ അല സ്വലാഹ്. അതിന് തമിഴിലേക്ക് പറഞ്ഞാൽ ഇങ്ക വാ, ഇങ്ങോട്ട് വാ, വാ ഇങ്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വാ, അതാണ് വാങ്ക്. വാ ഇങ്കെ, ഇങ്ങോട്ട് വരാൻ വേണ്ടി വിളിക്കുന്നതാണ് വാങ്ക്. വാങ്ക് എന്നല്ല പറഞ്ഞ് ബാങ്കായി. പോട്ടെ. അപ്പൊ തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നമ്മളെ കിതാബിൽ കാണുന്ന രൂപത്തിൽ പറഞ്ഞാൽ മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതൊന്നും എന്ത് ചെയ്യില്ല, പൊതുപരീക്ഷയ്ക്ക് ചോദിക്കൂല. ബാങ്ക് എന്നാണോ വാങ്ക് എന്നാണോ എന്നൊന്നും ചോദിക്കൂല. സാഹചര്യത്തിനനുസരിച്ച് പറഞ്ഞെന്ന് മാത്രം. ഇനി അല്പം മുതാരി ആയ ഫീലുകൾക്ക് ഉദാഹരണങ്ങൾ കൂടെ പറയാം. യദ്ഹബു അബി ഇല സൂഖ്, എന്റെ ഉപ്പ അങ്ങാടിയിലേക്ക് പോകും. മറ്റൊരർത്ഥം കൂടെ വരും. എന്തായിരിക്കും വരിക? ഹംദാൻ എന്ന് പറഞ്ഞു നോക്ക്. യദ്ഹബു അബി ഇല സൂഖ്, എന്റെ ഉപ്പ അങ്ങാടിയിലേക്ക് പോകും എന്നൊരർത്ഥം അതിനുണ്ട്. അതുപോലെ മറ്റൊരർത്ഥം കൂടെ വരും. യദ്ഹബു എന്നത് മുതാരി ആയ ഫീലാണ്. മുതാരി ആയ ഫീലിന് രണ്ടർത്ഥങ്ങൾ വരുമല്ലോ. ആർക്ക് പറയാൻ പറ്റുമോ? അല്ല, റജ അതല്ല. മറ്റൊരു പദം പറയാനല്ല, യദ്ഹബു എന്നതിന്റെ അർത്ഥം. യദ്ഹബു എന്ന് പറഞ്ഞാൽ ഞാൻ പോകും എന്നാണ് അർത്ഥം പറഞ്ഞത്. അതോടൊപ്പം മറ്റൊരർത്ഥം കൂടെ പറയാം. പോകുന്നു എന്ന് പറയാം. ഇതൊരു അവസരോചിതമായിട്ട് ഞാനൊരു വിഷയം പറയട്ടെ. ഗൈഡ് ഉപയോഗിക്കുന്നവരുണ്ടോ? ഗൈഡ് ഉപയോഗിക്കുന്നവർ ഉണ്ടെങ്കിൽ രക്ഷിതാക്കളെ കേൾക്കുന്നുണ്ടെങ്കിൽ പറയാണ്, ഗൈഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യരുത്, കുട്ടികളെ കയ്യിൽ കൊടുക്കരുത്. രക്ഷിതാക്കളാണ് അത് കീപ്പ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഗൈഡ് ഉപയോഗിക്കരുത് എന്നാണ് എന്റെ അഭിപ്രായം. ഇനി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതെന്താ കത്തിച്ചു കളയാനൊന്നും പറയുന്നില്ല. പിന്നെ നമ്മുടെ മറ്റു പുസ്തകത്തിന്റെ കൂടെ തന്നെ ഗൈഡ് കൊണ്ട് നടക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഗൈഡ് ഉണ്ടെങ്കിൽ ഗൈഡ് ഉണ്ടല്ലോ എന്നൊരു പ്രതീക്ഷയിലാണ് ഉണ്ടാവുക. നമ്മൾ വാക്കുകളുടെ അർത്ഥങ്ങൾ മനസ്സിലാക്കി വെക്കാൻ ശ്രമിക്കില്ല. കാരണം എപ്പോഴും നമ്മുടെ കൂടെ ഗൈഡ് ഉണ്ടല്ലോ, അല്ലെ? ഓരോ വാക്കുകളെയും അർത്ഥം ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കാണുന്ന രൂപത്തിലുള്ള ഒരു സൗകര്യം ഉണ്ടെങ്കിൽ നമ്മൾ മെമ്മറൈസ് ചെയ്യൂല, ഓർത്തു വെക്കൂല. അപ്പൊ അത് ഉണ്ടാവരുത്. രക്ഷിതാക്കള് സ്വന്തം ഇതിലായിട്ട് സൂക്ഷിച്ചു വെക്കണം. കുട്ടികൾ വായിക്കുമ്പോൾ കുട്ടികളുടെ അർത്ഥങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നതൊക്കെ കൃത്യമാണോ എന്നൊക്കെ നോക്കാനും വേണ്ടി രക്ഷിതാക്കൾക്ക് അത് ഉപയോഗിക്കാം എന്നല്ലാതെ. ഇൻഷാ അല്ലാഹ്. അപ്പോ എന്താണ്, യദ്ഹബു എന്നത് മുതാരി ആയ ഫീലാണ്. അപ്പോ അതുകൊണ്ട് മുതാരിന് രണ്ട് രൂപത്തിൽ അർത്ഥം വരും. ചെയ്തു പോകുന്നു, പോകും, രണ്ടർത്ഥം ഉണ്ടാവും. അപ്പൊ അതാണ് ചോദിച്ചത്. എന്റെ പിതാവ് അങ്ങാടിയിലേക്ക് പോകും. മറ്റൊരർത്ഥം, എന്റെ പിതാവ് അങ്ങാടിയിലേക്ക് പോകുന്നു. അടുത്തത്, യൽബസു നൗഫലുൻ ബിദ്ലതൻ റസ്മിയ്യ, നൗഫൽ യൂണിഫോം ധരിക്കും. യൽബസു എന്നതിന്റെ അർത്ഥം ധരിക്കും എന്നാണ്. ബിദ്ലതൻ റസ്മിയ്യ അതൊരൊറ്റ വാക്കാണ്, യൂണിഫോം. അപ്പോ യൽബസു നൗഫലുൻ ബിദ്ലതൻ റസ്മിയ്യ, നൗഫൽ യൂണിഫോം ധരിക്കും. ഇതിൽ ഏതാണ് മുതാരി ആയ ഫീൽ? ഷെസ്വ പറഞ്ഞേ, ഷെസ്വ.
മുതാരിയ ഫീൽ ഏതാണ്? ആ ഫീല് വായിച്ചാൽ മതി, അർത്ഥം അല്ല. കിതാബില്ലേ ഫ്രണ്ടില്? അടുത്ത് കിതാബില്ലേ? മൈക്ക് ഓഫ് ആണല്ലോ ഷെസ്വ. കിതാബില്ലേ? എന്നാ പറ, ഇതിൽ ഏത് ഫീലാണ്? ഇതിൽ ഏതാണ് മുതാരിയ ഫീല്? യൽബസു നൗഫലുൻ ബിദിലത്തൻ റസ്മിയ, ഇതിൽ ഏതാണ് മുതാരിയ ഫീല്? ധൈര്യമായിട്ട് പറഞ്ഞോ, തെറ്റിയ കുഴപ്പമൊന്നുമില്ല. ഏത്? എഴുതിയിരിക്കുന്നോ? കേൾക്കുന്നില്ലല്ലോ. ആ ഓക്കെ ഓക്കെ, റെഡി, സെറ്റ്. യൽബസ് എന്നതാണ് മുതാരിയ ഫീല്. വെരി ഗുഡ്. അടുത്തത് ആസിമ പറഞ്ഞേ, യൽബസ് എന്നതിന് മറ്റൊരു അർത്ഥം കൂടെ ഉണ്ട്. ഞാൻ ധരിക്കും, ധരിക്കും എന്നാണ് പറഞ്ഞത് അല്ലേ? എന്നാൽ യൽബസ് എന്നതിന് മറ്റൊരു അർത്ഥം കൂടെ ഉണ്ട്. എന്താണ്? മൈക്ക് ഓൺ ആക്കടോ. ആ, ഷെസിലക്ക് മൈക്ക് മ്യൂട്ട് ചെയ്യാം. സമയം പോകുന്നു. ഓക്കെ, മതി മതി, ഇനി ആരും ഉത്തരം പറയണ്ട, ഞാൻ പറയാം. യൽബസു ധരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. അതോടൊപ്പം തന്നെ മറ്റൊരർത്ഥം ധരിക്കുന്നു. എന്താണ്? ഞാനൊരു ഉദാഹരണം പറയട്ടെ. നമ്മുടെ മദ്രസയിലേക്ക് വരാൻ വേണ്ടിയുള്ള വാഹനം നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലൂടെ പോയി. കാരണം നമ്മൾ എഴുന്നേൽക്കാനൊക്കെ വൈകിപ്പോയി. എഴുന്നേറ്റ് റെഡിയാവാൻ വൈകിയത് കൊണ്ട് നമ്മുടെ സ്കൂളിലേക്കുള്ള വണ്ടി നേരത്തെ പോയി കഴിഞ്ഞു. അപ്പോ നമ്മളെ മദ്രസയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഉപ്പ റെഡിയായിട്ട് നിൽക്കുന്നു. ബൈക്കിലൊക്കെ കയറിയിട്ട് ഉപ്പ ചോദിക്കാണ്, എന്താണ് ആസിം, ആസിം എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഉമ്മ പറയാണ്, ആസിം യൂണിഫോം ധരിക്കുന്നു. യൽബസു ആസിമുൻ ബിദ്ലത്തൻ റസ്മിയ. ആസിം യൂണിഫോം ധരിച്ചുകൊണ്ടിരിക്കുകയാണ്, ധരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഉപയോഗിച്ച വാക്ക് യൽബസ് എന്നാണ്. മനസ്സിലായല്ലോ? ആ, അപ്പൊ ആസിം അത് ആ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്, അതുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മുതാരി ആഫിയിലാണ്. ഇനി പിന്നീട് ചെയ്യാൻ പോകുന്നതാണെങ്കിൽ എന്ത് ചെയ്യും? യൽബസു ആസിമുൻ ബിദ്ലത്തൻ റസ്മിയ. ആസിമ് യൂണിഫോം പിന്നീട് ധരിക്കും, ധരിക്കും എന്നും പറയാം, ധരിക്കുന്നു എന്നും പറയാം. രണ്ടു രൂപത്തിൽ അർത്ഥങ്ങൾ ഉണ്ടാവും. അത് നേരത്തെ പറഞ്ഞു, മുതാരിയ ഫീലിന്റെ പ്രത്യേകതയാണത്. യുസല്ലിമുൽ ഉസ്താദു അൽ അലൽ ഔലാദ്. ഉസ്താദ് കുട്ടികളോട് സലാം പറയും, പറയുന്നു. രണ്ടു അർത്ഥം. അൽ അബു യർഹമുൽ ഔലാദ. അൽ അബു യർഹമുൽ ഔലാദ. ലിബ പറഞ്ഞേ, അല്ലെ, അർത്ഥം പറയാം. ഉപ്പ മക്കളോട് കരുണ കാണിക്കും. അൽ അബു എന്ന് പറഞ്ഞാൽ ഉപ്പ. യർഹമുൽ ഔലാദ, യർഹമു കരുണ കാണിക്കും. അൽ ഔലാദ മക്കളോട്. പിതാവ് മക്കളോട് കരുണ കാണിക്കും, കരുണ ചെയ്യും. ഇതിൽ മുതാരി ആശയിൽ ഏതാണ്? അൽ അബു എന്നതാണോ, യർഹമു എന്നതാണോ, അൽ ഔലാദ എന്നതാണോ? ലിബ ആരാണ് കയറി ഷോർട്ട് ചെയ്ത്? സമദ് അൻസി ആരാണ്? മുഖം കാണാത്തത് കൊണ്ടാണ്. ഞാനെന്ന് പറയാൻ പൊന്നാറ് ചെങ്ങായി, ഞാനെന്ന് പറഞ്ഞാലേ എനിക്ക് മനസ്സിലാവുക. എല്ലാവർക്കും ഞാൻ ആ ക്യാമറ ഓഫ് ചെയ്യല്ല. ആ ഞാനിന്നെ കണ്ടില്ല. അതേത് ഞാനായിരുന്നു? ആ ഓക്കെ, നിഹാൽ എന്ന ഞാൻ അല്ലേ? ഓക്കെ ഓക്കെ, ക്യാമറ ഓഫ് ചെയ്യാൻ ഞാൻ പറയുന്നില്ല, മൈക്ക് ഓഫ് ചെയ്യാനേ പറയുന്നുള്ളൂ കേട്ടോ. ക്യാമറ ഓൺ ആക്കി ഇരിക്കണം. ക്യാമറ ഓൺ ആക്കി ഇരിക്കുന്നവരെ എന്റെ ക്ലാസ്സിന്റെ ഞാൻ പേരിങ്ങനെ എടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ഇൻഷാ അല്ലാ ഇനി ഇങ്ങനെ ഓൺലൈൻ ക്ലാസ് നടക്കുകയാണെങ്കിൽ നമുക്ക് സൂമിലാക്കി നടത്താനൊക്കെ ഉദ്ദേശമുണ്ട് ഇൻഷാ അല്ലാ. സൂമൊക്കെ നിങ്ങളൊക്കെ ഫോണിലൊക്കെ പിന്നീട് സൗകര്യപ്പെടുത്തണം കേട്ടോ. അപ്പോ പറഞ്ഞു കഴിഞ്ഞോ? യൽബസു
നൗഫലുൻ ബിദ്ലത്തുൻ റസ്മിയ. അല്ല, അത് പറഞ്ഞു കഴിഞ്ഞു. അൽ അബു യർഹമുൽ ഔലാദ, ഉപ്പ മക്കളോട് കരുണ കാണിക്കും. ഇതിൽ അബു എന്നത് ഇസ്മാണ്, യർഹമു എന്നത് ഫിഇലാണ്, മുളാരിഅ ഫിഇലാണ്. അൽ ഔലാദ എന്നത് മഫ്ഊലാണ്. അല്ലെ, പോട്ടെ, അതൊന്നും നിങ്ങൾ നോക്കണ്ട. ഈ വായിച്ചതിൽ യർഹമു എന്നത് മാത്രമാണ് മുളാരിഅ ഫിഇൽ. അതിന് മുന്നേ പറഞ്ഞ 3 ഉദാഹരണങ്ങളിലും മുദാരിഅ ഫീലിനെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. 4ാമത്തെ ഉദാഹരണമാകുന്ന അൽ അബു യർഹമുൽ ഔലാദ എന്നതിൽ മുദാരിഅ ഫീലിനെ രണ്ടാമതാണ് പറയുന്നത്. അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെ മാറ്റം വരാം. തുടക്കത്തിലും ചിലപ്പോൾ രണ്ടാമതൊക്കെ വരാം മുദാരിഅ ഫീല് എന്ന് മനസ്സിലായി. അപ്പോ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചത് ഫേലുകളെ കുറിച്ചാണ്. ഫേലുകളിൽ മാദിയായ ഫീലും മുദാരിഅ ഫീലും ഉണ്ട്. മാദിയാ ഫീൽ ആകുമ്പോൾ അർത്ഥം എങ്ങനെ വരും, മുദാരിഅ ഫീൽ ആണെങ്കിൽ അർത്ഥം എങ്ങനെ വരും എന്ന് നമുക്ക് മനസ്സിലായല്ലോ. പാഠം വ്യക്തമായവരൊക്കെ ഒന്ന് കൈ ഉയർത്തിയ. കൈ ഉയർത്തണമെങ്കിൽ ആദ്യം ക്യാമറ ഓൺ ആക്കണം. ആസിമൊക്കെ ഇങ്ങനെ പൊക്കിയിട്ടുള്ളൂ, വ്യക്തമായിട്ടില്ല. മാത്രമായിട്ടുള്ളതുകൊണ്ട് വ്യക്തമായെങ്കിൽ ഇങ്ങനെ ഉയർത്തണം. ആ, ആരോ മേലോട്ട് റോക്കറ്റ് ഇട്ടിട്ട് മതി. ഹാൻഡ്സ് ഡൗൺ, ഡൗൺ, ഡൗൺ. കഴിഞ്ഞു. ലിസാൻ പാഠം കഴിഞ്ഞു. അല്ല, ഈ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ലിസാന്റെ ക്ലാസ് കഴിഞ്ഞു കേട്ടോ. ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്ന സമയം 8:30 വരെ എന്നല്ല. ഇപ്പൊ ടൈം എത്രയായി? 8:28, 27 അല്ലേ? 27. ക്ലാസ് നിർത്താൻ സമയമായില്ലേ? ചില ആളുകളൊക്കെ ലൈറ്റ് ആയിട്ടാ വന്നത്. അഖ്ലാഖിലെ തദ്രീബാത്ത് ചർച്ച ചെയ്യണ്ടേ? ഖിറാഅത്ത് ക്ലാസ് വേണ്ടേ? അപ്പൊ നിങ്ങൾ ഉള്ളവരൊക്കെ ഒന്ന് പേര് പറഞ്ഞ് നമ്മുടെ ക്ലാസ്സിൽ എത്തിയ. ഒരു മിനിറ്റ് ഞാൻ ടൈപ്പ് ചെയ്യട്ടെ. ഒരു മിനിറ്റ്. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യും. എല്ലാവരും, എവ്രിവൺ മൈക്ക് മ്യൂട്ട് ചെയ്യാം. ക്യാമറ ഓണിട്ട് വെക്കാം. സീക്കെ, മൈക്ക് മ്യൂട്ട് ചെയ്യാൻ അറിയില്ലേ സീക്കെ? മൈക്കിന് ചിത്ര ലൈമ തൊട്ടാ മതി. യെസ്, കഴിഞ്ഞു. ഖലാസ്. ഇനി ഞാൻ കുറച്ച് പേരുകൾ ഞാൻ പറയുന്നുണ്ട്. ആ പേരിൽ പെടാത്തവരെ ഓരോരുത്തരായിട്ട് പേര് പറഞ്ഞാൽ മതി കേട്ടോ. ഇപ്പം പറയണ്ട. 1 ഹംദാൻ, 2 റൈഹാൻ, 3 മുഹമ്മദ് സീക്ക്, 4 ഹാമിസ് ഉണ്ടായിരുന്നോ? അത് വിളിക്കാൻ നേരത്തെ തല പൊക്കി വന്ന ഹാമിസ് ക്ലാസ് ഉണ്ടായിരുന്നോ? ഇതുവരെ കണ്ടില്ലല്ലോ ഹാമിസ്. പിന്നെ ആസിം, പിന്നെ അതാരാ? ഉമ്മു ഹാഫി അജ്മി. ഇതാരാണ്? എനിക്ക് പെട്ടെന്ന് തല തൊപ്പികളില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. അല്ല, ബിഷുറാണോ? ബിഷറുൽ ഹാഫി തുടക്കം മുതലുണ്ടായിരുന്നോ? ഇനി നൗറ, അല്ലെങ്കിൽ ഞാൻ ബോയ്സിൽ ആരാ അപ്പൊ പേര് പറയാത്ത? ഇനി ഇപ്പൊ നിഹാല്. ഒരു കാര്യം ചെയ്യാം, ഇപ്പൊ ഞാൻ പറയുന്നവർ മൈക്ക് എന്ത് ചെയ്യാ? വേണ്ട, ഒന്നും ചെയ്യണ്ട, അങ്ങനത്തെ കേൾക്കാവൂ. നിഹാല്. പിന്നെ വേറെ ആരാ ബോയ്സ്? നാദിർ. നാദിറിനെ പറയാൻ മറന്നുപോയി. നാദിർ അലി. യെസ്. പിന്നെ ഷിനാസ്. പിന്നെ
വേറെ ആരുമില്ല. എന്നാ ഗേൾസ് പറഞ്ഞോളൂ. ഒന്ന് നൗറയെ കാണുന്നുണ്ട്. നെക്സ്റ്റ് നഷ്വ. നൗറ, നഷ്വ, ഷെസ്വ. ലിബ. പിന്നെ അസ. പിന്നെ മൻഹൽ അല്ല മൻഹ. പിന്നെ വേറെ ആരാ? ഇപ്പൊ ഞാൻ എഴുതിയത് നഷ്വ, സോറി, നൗറ, നഷ്വ, ഷെസ്വ, ലിബ, അസ, മൻഹ. പിന്നെ വേറെ ആരാ? കെൻസ. നെക്സ്റ്റ്. ആയിക്കോട്ടെ, ക്ലാസ് ഇവിടെ നിർത്താം കേട്ടോ. ബാക്കി നമുക്ക് നാളെ ആക്കാം. ഞാൻ നിശ്ചയിച്ച സമയത്ത് നിർത്തണമല്ലോ. കഴിഞ്ഞില്ലേ? ഓക്കെ, ഇൻഷാ അല്ലാഹ്. സ്വലാത്ത് ചെല്ലാം. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. തവസ്സൽനാ ബിസ്മില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാതി വന്നിഖ്മ വമിൻ ഹമ്മിൻ വമിൻ ഗുമ്മ ബിഅഹ്ലിൽ ബദരി യാ അല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വലൈക്കും അസ്സലാം. ഞാൻ അങ്ങോട്ട് സലാം പറഞ്ഞ കേട്ടില്ല, പിന്നെ ഇങ്ങോട്ട് അടിക്കല്ലോ. ഓക്കെ.